ഇതൊക്കെ ഓരോ സ്ഥലത്തെ ഇതാണ്. ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട്. അത് നിശ്ചയിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരാണ്. അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ ചുരിദാറിട്ട് കയറാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു. ഇത് ഹിന്ദു ആചാരമാണ്. അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരമനുസരിച്ച് അവർക്ക് ഷർട്ട് ഇട്ട് കയറണമെന്നോ മുണ്ടുടുത്ത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടുടുത്ത് മാത്രമേ കയറാൻ സമ്മതിക്കൂ. അപ്പോൾ അത് അവിടുത്തെ ആചാരമാണ്. അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ച് പോകാൻ പറ്റുന്നവർ പോയാൽ മതി. അതൊക്കെ ഓരോ മതത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട്, ഓരോ സമുദായത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട്. അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഇപ്പോൾ ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ആളാണ്. ഞാൻ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു ചർച്ചിൽ, ഒരു പള്ളിയിൽ, മോസ്കിലേക്ക് ചെല്ലുമ്പോൾ ആ മോസ്കിൽ നിലവിലുള്ള ആചാരങ്ങൾ മാനിക്കാനും അനുസരിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. ആ കാലത്തിനനുസരിച്ച് മാറ്റം എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ടല്ലോ, വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ശബരിമലയിൽ ഏത് വസ്ത്രം വെച്ച് പാൻറ്റിട്ടും പോവാം, മുണ്ടെടുത്ത് പോവാം, സാരി ഉടുത്ത് പോവാം, 2-3 ജാക്കറ്റ് ഇട്ട് തലയിൽ കെട്ടിയിട്ട് പോവാം. ഇതൊക്കെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരങ്ങളാണ്. ശബരിമലയിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാം ശബരിമലയിൽ പ്രവേശനമുണ്ട്. അല്ല, അതൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞ ശരി. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുള്ളൂ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വിമർശിക്കാനോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ പറ്റുന്നില്ല. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും, അത് ഹിന്ദു ക്ഷേത്രങ്ങളെന്ന് മാത്രമല്ല ക്രിസ്തുമത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റേതായ ആചാരങ്ങളുണ്ട്. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഇപ്പോൾ ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി. അവിടെ പോയി വഴക്കുണ്ടാക്കാൻ പോകണ്ടായിരിക്കും.